സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗുമായി കോൺഗ്രസ് സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അടിസ്ഥാന വിരുദ്ധമായ ആരോപണമാണെന്ന് UDF ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി UDFനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമെതിരെ നടത്തിയ ആരോപണങ്ങൾ വാസ്തവവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് UDF ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പറഞ്ഞു. മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം കമ്മിറ്റിയുമായി ആലോചിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും സഹകരിക്കാതെ രാഷ്ട്രീയ എതിരാളികളെ സഹായിക്കുന്ന നിലപാടെടുത്ത പ്രാദേശിക നേതാക്കളുടെ നടപടിക്കെതിരെ UDF മേൽഘടകങ്ങൾക്കും ലീഗ് ജില്ലാ നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് UDF ഒറ്റപ്പാലം നിയോജകമണ്ഡലം ചെയർമാൻ P. ഗിരീശൻ പറഞ്ഞു. വളരെ അടിസ്ഥാനരഹിതവും മാത്രമല്ല സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു വാർത്തയാണ് ഘടകകക്ഷി എന്ന നിലയ്ക്ക് ഈ ഒറ്റപ്പാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. കാരണം കഴിഞ്ഞ നവംബർ മാസം 21-ാം തീയതിയും 22-ാം തീയതിയും രണ്ട് പ്രധാന അജണ്ടകൾ വെച്ച് ഒറ്റപ്പാലത്ത് UDFൻ്റെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള കുറ്റവിചാരണ സദസ്സ് വിജയിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനും, രണ്ട്, സമീപ ദിവസം നടക്കുന്ന ഒറ്റപ്പാലം മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള മുന്നണിയുടെ പ്രവർത്തന കാര്യങ്ങളും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ് യോഗം വിളിച്ചത്. അതിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ UDFൻ്റെ ജില്ലാ നേതാവ് ശ്രീ തോമസ് ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ യോഗം വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാൻ നേരത്തെ എത്തുകയും 2 മണിക്ക് മഹിളാ കോൺഗ്രസിൻ്റെ യോഗമുണ്ട്, അപ്പോൾ അതിനു മുമ്പ് കൂടാമെന്ന ധാരണയിൽ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ തന്നെ ഉത്തരവാദപ്പെട്ട 1-2 ഭാരവാഹികൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ വരികയും ഇന്ന ആളുകളെ വിളിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയും പിറ്റേ ദിവസം തന്നെ അത് വിളിക്കണം എന്ന് പറഞ്ഞ് നിഷ്കർഷിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഘടകകക്ഷിയുടെയും കൂടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയും. ഒറ്റപ്പാലം നഗരസഭയിലെ പാലാട്ട് റോഡ് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന് കാണിച്ച് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി KPCC പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രതികരണം. പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ്. കാരണം BJPയുടെ ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ CPMന്റെ ഭരണകൂടത്തിനെതിരെയും നേർക്കുനേർ പോരാടി ഞങ്ങളുടെ KSU യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ മുഴുവൻ അടികൊണ്ട് ഒട്ടേറെ മർദ്ദനങ്ങളെ അതിജീവിച്ച് പ്രതിരോധ സമരവും ഉപരോധ സമരവും അതിജീവന സമരവും നടത്തുന്ന ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കി നേർക്കുനേർ പോരാടുമ്പോൾ ഘടകകക്ഷിയായ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആക്ഷേപിക്കുന്നത് ഇടതുപക്ഷത്തെ സഹായിക്കാനാണെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. കോൺഗ്രസിനെ സംബന്ധിച്ചോ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോ ഒരു കാരണവശാലും BJPയുമായോ CPMുമായോ ഒരു തലത്തിലും യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളോ ബന്ധങ്ങളോ ഇല്ലാത്ത ഈ മുന്നണിയെ ഇങ്ങനെ ഒറ്റപ്പാലം മുനിസിപ്പൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി അവരധിക്ഷേപിച്ച് പത്രവാർത്ത കൊടുത്തതിൽ അങ്ങേയറ്റം ഖേദമുണ്ട്. DCC സെക്രട്ടറി P. ശ്രീവത്സൻ, കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ജേക്കബ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
മങ്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭ ചേർന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി തൊഴിലുറപ്പ് ഗ്രാമസഭ നടന്നു. ആദ്യ ദിനത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിലെ 8, 11, 12 വാർഡുകളിൽ സംഘടിപ്പിച്ച ഗ്രാമസഭയുടെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. ഒരു കാര്യം ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കാം. അടുത്ത പ്രാവശ്യം തൊട്ട് എന്ത് ചെയ്യാം, ഒരു മിനിറ്റ്, അടുത്ത പ്രാവശ്യം തൊട്ട് എന്ത് ചെയ്യാം, പറഞ്ഞ പണി മാത്രം ചെയ്തു കൊടുത്താൽ മതി. എത്ര നീളം, എത്ര വീതി, എത്ര ആഴം ഉണ്ടെങ്കിൽ അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിന്റെ എക്സ്ട്രാ ചെയ്യണ്ട. ആ കാര്യത്തില് പറയട്ടെ, പിന്നെ കഴിഞ്ഞിട്ടില്ലല്ലോ, ആ കാര്യത്തില് ഒരു മാറ്റം നമുക്ക് വരുത്തണ്ട. ഇതില് ഒരു മിനിറ്റ്, നിങ്ങൾ പണി തുടങ്ങുമ്പോ ഈ പറയുന്ന എഞ്ചിനീയർ അവിടെ വന്ന് ഇത് പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ്. വാർഡ് മെമ്പർ KB വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓഡിറ്റ് ടീം അംഗങ്ങളായ ഷമീറ, സംഗീത, രമ്യ, അക്ഷയ, AE ശ്രീനാഥ്, ഓവർസിയർ ശ്രീരാഗ്, അക്കൗണ്ടന്റ്മാരായ ആതിര, സൂരജ് എന്നിവർ സംസാരിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കോടതികളിൽ നടത്തിയ അദാലത്തിൽ 657 കേസുകൾ തീർപ്പാക്കി. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കോടതികളിൽ നടത്തിയ നാഷണൽ ലോക് അദാലത്തിൽ 657 കേസുകൾ തീർപ്പാക്കി. വിവിധ കേസുകളിലായി 11,98,55,045 രൂപ വിധിച്ചു. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ അർഹരായ ഇരകൾക്ക് 9,03,62,500 രൂപ നഷ്ടപരിഹാരം ലഭിച്ചു. ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകൾ അടക്കമുള്ള വായ്പാ പരാതികളിൽ 2,43,97,525 രൂപ തിരിച്ചടവായി ലഭിച്ചു. മജിസ്ട്രേറ്റ് കോടതികളിൽ നടന്ന സ്പെഷ്യൽ സിറ്റിംഗിൽ 6,626 പെറ്റി കേസുകളിൽ നിന്നായി സർക്കാരിന് 82,77,800 രൂപ പിഴയിനത്തിൽ ലഭിച്ചു. മെഗാ അദാലത്തിന് ജില്ലാ ജഡ്ജി K അനന്തകൃഷ്ണൻ നാവട, അഡീഷണൽ ജില്ലാ ജഡ്ജി R വിനായകറാവു, ലീഗൽ അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ K മിഥുൻ റോയ് എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിക്കാർക്കായി UDID കാർഡ് വിതരണവും രജിസ്ട്രേഷനും നടന്നു. സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും UDID കാർഡ് ലഭ്യമാക്കുന്നതിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ, സാമൂഹിക നീതി വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ജില്ലയിൽ കാർഡ് നൽകുന്ന പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ നടന്നുവരുന്നു. 2015 നടന്ന സെൻസസ് പ്രകാരം ജില്ലയിൽ 62,814 ഭിന്നശേഷിക്കാരുണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും ഇതിൽ 37,119 പേരാണ് ഇതുവരെ UDI കാർഡിനായി വെബ്സൈറ്റിലൂടെ അപേക്ഷ നൽകിയിട്ടുള്ളത്. UDI കാർഡ് പല ആനുകൂല്യങ്ങൾക്കും നിർബന്ധമാക്കി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ അപേക്ഷ നൽകിയവർക്ക് കാർഡ് നൽകുന്നതിനും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരെ കണ്ടെത്തി അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ രജിസ്റ്റർ ചെയ്യിക്കുന്നതിനും ജില്ലയിൽ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ജില്ലയിൽ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേരത്തെ ലഭിച്ച വ്യക്തികൾ ഇനിയും UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യാനുണ്ട്. ആനുകൂല്യങ്ങൾ നഷ്ടമാകാതിരിക്കുന്നതിന് സ്ഥിരം ഭിന്നശേഷിത്വമുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ച വ്യക്തികൾക്കും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് UDI കാർഡ് ലഭ്യമാക്കാൻ ക്യാമ്പയിനിൽ പങ്കാളികളാകാം. അട്ടപ്പാടി ബ്ലോക്ക് തല ഭിന്നശേഷി നിർണയ മെഡിക്കൽ ക്യാമ്പും ഭിന്നശേഷിക്കാർക്കുള്ള UDID കാർഡ് അനുബന്ധ അദാലത്തും ഷോളയൂർ പഞ്ചായത്ത് മണ്ഡപം കോട്ടത്തറയിൽ നടക്കും.
ഒറ്റപ്പാലം BRCയുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രപഥം പദ്ധതിക്ക് തുടക്കമായി. BRC YIP ശാസ്ത്രപഥം പരിപാടിയുടെ ഭാഗമായി ഐഡിയേറ്റർമാർക്കുള്ള ദ്വിദിന ശില്പശാല ആരംഭിച്ചു. കുട്ടികളിൽ ശാസ്ത്രബോധം സൃഷ്ടിക്കുകയും ഇന്നോവേറ്റീവ് ഐഡിയകൾ ഉണ്ടാക്കുന്നതിനും ദിശാബോധം നൽകുന്നതിനും വേണ്ടിയാണ് നവീനം പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു നിർവഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോഓർഡിനേറ്റർ K. പ്രഭാകരൻ അധ്യക്ഷനായി. PM വെങ്കിടേശ്വരൻ, KM വിശ്വദാസ് എന്നിവർ പ്രസംഗിച്ചു. BRC ട്രെയിനർ M. ബിന്ദു സ്വാഗതവും ക്ലസ്റ്റർ കോർഡിനേറ്റർ K. സുനിത നന്ദി പറഞ്ഞു. ശില്പശാല നാളെ സമാപിക്കും. സമാപന പരിപാടി വാർഡ് കൗൺസിലർ ഫൗസിയ ഹനീഫ ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം നഗരസഭയിലെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പരിപാടിക്ക് തുടക്കമായി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പൊതുകുളങ്ങളിലെ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയിലെ 16 കുളങ്ങളിലായി 13,700 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ് നിർവഹിച്ചു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പൊതുകുളങ്ങളിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പ്രവർത്തനം എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ കൂടുതൽ വിപുലമായ രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, സാധാരണ നിലയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മീൻകുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന പരിപാടി അതൊരു ചടങ്ങായി നടത്തിപ്പോകുന്ന, അതൊരു വഴിപാട് നടത്തുന്നത് പോലെ നടത്തിപ്പോകുന്നൊരു സ്ഥിതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വിനോദ് വന്നതിന് ശേഷം വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെടുകയും പൊതുകുളങ്ങൾ മാത്രമല്ല 2 ആഴ്ച മുമ്പ് സ്വകാര്യ കുളങ്ങളിലേക്ക് കൂടി മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന പ്രവൃത്തി, അവിടെ നിക്ഷേപിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പൊതുകുളങ്ങളിൽ സ്വാഭാവികമായും നമുക്ക് മീൻകുഞ്ഞുങ്ങളെ വളർത്താനും അത് പരിപാലിക്കുന്നതിനും ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഇത്തവണ അതൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി നടപ്പാക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ തന്നെ പാടശേഖര സമിതി അംഗങ്ങൾ, ഇവരെല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഫിഷറീസ് പ്രൊമോട്ടർ വിനോദ് കണ്ണമംഗലം, കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചഭക്ഷണ അവശിഷ്ടങ്ങളിൽ നിന്നും കമ്പോസ്റ്റ് തയ്യാറാക്കി വിളയൂർ ഗ്രാമപഞ്ചായത്ത്. ഉച്ചഭക്ഷണ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണമേന്മയുള്ള കമ്പോസ്റ്റ് തയ്യാറാക്കി വെളിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ മാതൃകയാകുന്നു. ജൂൺ മുതൽ ഇതുവരെ ഉച്ചഭക്ഷണ അവശിഷ്ടത്തിൽ നിന്നും 15 കിലോഗ്രാം കമ്പോസ്റ്റ് വളമാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത്. ബയോബിന്നിൽ ആദ്യം ഇനോകുലവും പിന്നീട് ഭക്ഷണ അവശിഷ്ടങ്ങളും നിക്ഷേപിച്ച ശേഷം വീണ്ടും ഇനോകുലം നിരത്തിയാണ് കമ്പോസ്റ്റ് നിർമ്മിച്ചത്. ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് മാർഗമില്ലാതെ ആയതോടെയാണ് ഈ രീതിയിലേക്ക് അധികൃതർ തിരിഞ്ഞത്. തയ്യാറാക്കിയ കമ്പോസ്റ്റ് ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിലെ ചെടികൾക്കും മരങ്ങൾക്കും വളമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം വിവിധ ആവശ്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് കാണുന്നതിനും പരിചയപ്പെടുന്നതിനുമായി കമ്പോസ്റ്റ് പ്രത്യേകം പാത്രങ്ങളിലായി നിറച്ചു വെച്ചിട്ടുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. മൂലത്തറ വലതു കനാൽ 1ാം ഘട്ട നടപടി തുടങ്ങി.
കേരളത്തിന് അർഹമായ ജലം ഉറപ്പുവരുത്താൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആവശ്യമായ ജലം ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരുമായി ചേർന്ന് രൂപീകരിച്ച വിദഗ്ധ സമിതി കേരളത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞെന്നും മന്ത്രി അറിയിച്ചു. മൂലത്തറ വലതുകര കനാൽ 1ാം ഘട്ട ഭൂരേഖ കൈമാറൽ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അങ്ങനെ ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് എത്ര രൂപ കിട്ടിയതിൽ ഇപ്പോൾ ഈ RBC പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 650 കോടി, സ്ഥലത്തിനടക്കം 700 കോടി രൂപയാണ് ഈ പ്രദേശത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതാരും അറിയുന്നില്ലല്ലോ, ഒരാൾ പറയുന്നില്ല. അതാണ് നമ്മുടെ ഒരു ഗുണം. 700 കോടി രൂപ ഈ പ്രദേശത്തിലേക്ക് ഈ വെള്ളത്തിന് വേണ്ടി വന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സംഭവിച്ചെന്ന് പറയും. ഇറിഗേഷനിലുള്ള കനാല് നേരെയാക്കാൻ, വെള്ളത്തിൻ്റെ വിഷമം നമുക്ക് തീർക്കാൻ ഒരു പരിധിവരെ നമ്മൾ നല്ല ഇടപെടലും. ഇപ്പോഴും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച പണി, ആ ഒരു ഡ്രോപ്പ് വെള്ളം നമുക്ക് കമ്മിയായാലും അപ്പം ഇടപെടാറുണ്ട്. ഇപ്പം ഞാൻ വേണ്ട വന്നാൽ വേറെ സമ്മർദ്ദം ചെലുത്തും. നമുക്ക് സമ്മർദ്ദം ചെലുത്താൻ ധാരാളം വഴിയുണ്ട്. കേരളത്തിനെ പോലെ വെള്ളം കൊടുക്കുന്ന ഒരു പ്രദേശം വേറെ ആരുമില്ല. 82 തൊട്ട് 87 വരെയാണ് അല്ലേ? ഇവിടെ 19 തടയണ വന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ഇന്ന് ഈ വെള്ളമൊക്കെ അവിടെ നിൽക്കുന്നതിൻ്റെ കാരണം ആ 19 തടയണം. ഇപ്പം അതിനുശേഷം അത്ര 5 തടയണ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. കേരളത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിലുള്ള ഇറിഗേഷനിൽ നമുക്ക് ഡെവലപ്മെന്റ് ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പ്രയാസം അനുഭവിക്കും ഏറ്റവും വലിയ സ്ഥലം എവിടെയാണ്? കൊഴിഞ്ഞാമ്പാറ വടകരപ്പതി ഇരുത്തിയാമ്പതിയിലാണ് അല്ലേ? ഇന്ന് ഒരു ഭാഗത്ത് പോലും ഒരു ലാറിയോ അല്ലെങ്കിൽ ഒരു കുടം നിൽക്കിച്ചതോ കണ്ടില്ല. എല്ലാ വീട്ടിലും കുടം എത്തിക്കാൻ പറ്റി എന്നുള്ള ഒരു തൃപ്തി എനിക്കുണ്ട്. ഇനി പോയാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ പറയുമല്ലോ, ഉണ്ടാകുമ്പോൾ കാലത്ത് ചെയ്തല്ലോ എന്നുള്ളത് പറയുമല്ലോ. അതൊക്കെ തന്നെയാണ് രാഷ്ട്രീയത്തിലുള്ളത്. ജലം ലഭ്യമാക്കാൻ കേരളത്തിന് വലിയ സമ്മർദ്ദം ചെലുത്താനാകും. കേരളത്തെ പോലെ ജലം നൽകുന്ന മറ്റൊരു സംസ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി മുരുകദാസ് അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബി സിന്ധു ഭൂരേഖ ഏറ്റുവാങ്ങി. വടകരപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസി ബ്രിട്ടോ, ചിറ്റൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ സുജാത, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ബി സിന്ധു, NK മണികുമാർ, ബി ഹരിപ്രസാദ്, എ ബാബുരാജ്, ചിറ്റൂർ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിരൺ അബ്രഹാം തോമസ്, KIIDC MD ഡോക്ടർ സുധീർ പടിക്കൽ, സ്പെഷ്യൽ തഹസിൽദാർ സി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയംകുളം പാലിയേറ്റീവ് കെയറിന് ഇനി പുതിയ ആംബുലൻസ്. വാണിയംകുളം പാലിയേറ്റീവ് റിഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ആംബുലൻസ് നൽകുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഒരു വർഷം മുമ്പാണ് നമ്മുടെ വാണിയംകുളം സെന്ററിൽ പാർട്ടി ഓഫീസിന്റെ അടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ഈ കേന്ദ്ര ഓഫീസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചടങ്ങ് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു പ്രവർത്തനത്തിനും ആ പ്രവർത്തനം കേന്ദ്രീകരിക്കണമെങ്കിൽ, പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തുകൂടാൻ അതിനൊരു കേന്ദ്രം അത്യാവശ്യമാണ്. ആ നിലയിലാണ് എല്ലാ കെട്ടിടത്തിലും ആ പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ പറഞ്ഞു. ഈ സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനത്തെ സംബന്ധിച്ച് അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ പ്രദേശവും തിരിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് പഴക്കമുണ്ടതിന്. പക്ഷേ അതിങ്ങനെ പ്രവർത്തനം ആരംഭിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കും അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് പ്രദേശത്തു നിന്നുള്ള മനുഷ്യസ്നേഹികളായ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള അവരുടെ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ സംഘം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് പരിശോധിച്ചാലും ഏറെയും കുറഞ്ഞുമൊക്കെ ഈ സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ നാൾക്കുനാൾ വളർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. VPRC സെക്രട്ടറി രഘുപതി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ BPRC പ്രസിഡന്റ് ഹേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ മുഖ്യാതിഥിയായി. S കൃഷ്ണദാസ്, NP കോമളം, P ഹരിദാസൻ, ജയപ്രകാശ്, ഡോക്ടർ കൃഷ്ണദാസ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ചരിത്രത്തിൽ ഇന്ന് ജോസഫ് സ്റ്റാലിൻ ജന്മദിനം. ജോർജിയയിൽ ജനിച്ച ഒരു സോവിയറ്റ് വിപ്ലവകാരിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു ജോസഫ് സ്റ്റാലിൻ.
1922 മുതൽ 1952 വരെ സോവിയറ്റ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായും പിന്നീട് സോവിയറ്റ് യൂണിയന്റെ പ്രധാനമന്ത്രിയായും പ്രവർത്തിച്ചു. ആശയപരമായി മാർക്സിസത്തിന്റെ ലെനിനിസ്റ്റ് വ്യാഖ്യാനത്തോട് പ്രതിബദ്ധത പുലർത്തിയ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു. സ്റ്റാലിൻ്റെ നയങ്ങൾ സ്റ്റാലിനിസം എന്നും അറിയപ്പെട്ടു. സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ ഒരു കേന്ദ്രീകൃത സാമ്പത്തിക നയം നടപ്പിലാക്കി. കാർഷിക രാജ്യമായ സോവിയറ്റ് യൂണിയനിൽ ഇദ്ദേഹം നിർബന്ധിത വ്യവസായവൽക്കരണം നടപ്പിലാക്കി. ആദ്യകാലങ്ങളിൽ പാർട്ടിയുടെ പല സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നപ്പോൾ സ്റ്റാലിൻ്റെ അധികാരങ്ങൾ പരിമിതമായിരുന്നു. എന്നാൽ ക്രമേണ ശക്തി നേടിയ സ്റ്റാലിൻ പാർട്ടിയുടെ ഔദ്യോഗിക നേതാവും സോവിയറ്റ് യൂണിയന്റെ അനിഷേധ്യനായ ഭരണാധികാരിയുമായി. സോവിയറ്റ് യൂണിയൻ വ്യവസായ മേഖലയിൽ ഉന്നമനം കൈവരിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ കഷ്ടപ്പാടും ക്ഷാമവും മൂലം മരിച്ചു. 1930കളുടെ അവസാന കാലഘട്ടത്തിൽ ഗ്രേറ്റ് പർച്ച് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ അടിച്ചമർത്തൽ നടപ്പിലാക്കി. സോവിയറ്റ് രാഷ്ട്രീയത്തിന് ഭീഷണി ഉയർത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ കാലയളവിൽ വധിക്കപ്പെടുകയോ സൈബീരിയയിലെയും മധ്യേഷ്യയിലെയും ഗുലാഗ് തൊഴിലാളി ക്യാമ്പിലേക്ക് അയക്കപ്പെടുകയോ ചെയ്തു. സ്റ്റാലിൻ്റെ ഭരണത്തിനു കീഴിൽ രണ്ടാം ലോകമഹായുദ്ധത്തിലെ നാസികളുടെ പരാജയത്തിൽ സോവിയറ്റ് യൂണിയൻ പ്രധാന പങ്ക് വഹിച്ചു. സ്റ്റാലിൻ്റെ ഭരണത്തിന് കീഴിൽ സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ 2 ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. ആ പദവി ഏകദേശം 4 പതിറ്റാണ്ട് കാലത്തേക്ക് സ്റ്റാലിൻ്റെ മരണത്തിനു ശേഷം സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം വരെ നിലനിന്നു. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വ ചരിത്രമാണ് ദ 100 എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പട്ടികയിൽ 66ാം സ്ഥാനം സ്റ്റാലിനാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.